ഹലോ, ഇന്നാണ് ആ ദിവസം. നമ്മുടെ ചുച്ചുവിൻ്റെ ചോറാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും ഈ അമ്പലം കാണുമ്പോൾ തന്നെ. വേറെ ഒന്നുമല്ല, നമ്മുടെ ആവണങ്ങോട്ടാണ് കേട്ടോ. നമ്മുടെ ചുച്ചുവിൻ്റെ ചോറാണ് ആദ്യമായിട്ട് ഇവിടെ നടത്തണേ. ചുച്ചുവിനെ സ്കാൻ ചെയ്ത 5-ാം മാസത്തിൽ ചെറിയൊരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ഓടിച്ചെന്നത് ഭഗവാന്റെ അടുത്തായിട്ടാണ്. ഭഗവാനോട് പ്രാർത്ഥിച്ചത്, എൻ്റെ കുഞ്ഞിനെ അങ്ങനെയൊന്നും ഉണ്ടായേക്കല്ലേ, ഞാനിവിടെ കൊണ്ടുവന്ന ചോറോട് നടത്തിയേക്കാവേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എന്നെ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടായില്ലട്ടോ, എനിക്ക് കൈ കിട്ടിയിപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുറ്റിന് 6-ാം മാസത്തിൽ ചോറൂണാണ്. അതിൻ്റെ ഇടയിൽ അക്കച്ചി ഞാൻ പഴം തരാ എന്ന് പറയുന്നുണ്ട് ചുച്ചുവിനോട്. പിന്നെ ചേട്ടനാണ് അവിടെ ഇരുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു വാവയും കൂടി ഉണ്ട് കേട്ടോ. ചുറ്റുവാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട്. എൻ്റെ അക്കച്ചി കളിപ്പിക്കുന്നുണ്ട്, അക്കച്ചി മോന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ ചോറൊക്കെ കൊടുത്ത് ഭഗവാനെ കണ്ട് തൊഴുത് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാ. ഇതണ്ട അച്ഛനും മോളും കൂടി പട്ടാണി പിടിക്കാൻ പോണത് പോക്കാണ്. എവിടെ പോയാലും തന്നെയാണ് ഏട്ടൻ. ഞങ്ങൾ ആരെയും നോക്കത്തില്ല കേട്ടോ, വേഗം നടന്ന് അങ്ങോട്ട് പോകും. അമ്മാമയും മാവിയും കൂടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ചിച്ചനെ കളിപ്പിക്കുന്നുണ്ട്, ചിച്ചനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഊണ് കഴിക്കാമെന്ന് നിന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് ദേവസ്ഥാനം എന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഞങ്ങൾ പോയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്ന് അവിടെ തൊഴുത്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് അവിടെ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ പോണ വഴിയാണ്ടി കാണുന്നത്, പോയപ്പോൾ ഉള്ള കോലം വന്നപ്പോൾ ഉള്ള കോലം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ അല്ല അവരുടെ. ഒരാൾ ഇരുന്ന് ഉറക്കുക ഡ്രസ്സൊക്കെ ഊരിയിട്ട്, അനിയനാണെങ്കിൽ മുണ്ടെടുത്ത് വീശാൻ തുടങ്ങി. AC ഇട്ടിട്ട് കിട്ടാനുള്ള കുറച്ച് ചൂട് കൊണ്ട്. ഞാനാണെങ്കിൽ ലുക്ക് നോക്കിയിരുന്ന് വയ്യ, നമ്മുടെ പോലെ നോക്കി വീട്ടിലെ പോലെ. അപ്പുറത്തെ ഒരാളാണെങ്കിൽ ചുറ്റുമ്മയാണെങ്കിലും ഉറങ്ങി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.